നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു റീഡിങ്ങിൽ ഒരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുടെ ലൈഫിലെ എല്ലാ സിറ്റുവേഷനെയും നമുക്ക് ഇന്നത്തെ റീഡിങ്ങിൽ ഒന്ന് നോക്കാം. അതായത് ഒരു റിലേഷൻഷിപ്പ്, നിങ്ങളുടെ കരിയർ, ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ്, നിങ്ങളുടെ ഹെൽത്ത്, സ്പിരിച്വൽ ഗ്രോത്ത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ഒരു റീഡിങ്ങിൽ നോക്കുന്നുണ്ട്. അപ്പം ഇതിൽ നിന്ന് വരുന്ന പോസിറ്റീവായ കാര്യങ്ങളെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് റെസണേറ്റ് ആകാത്തത് നിങ്ങൾ വിട്ട് കളയുക. പിന്നെ ഇതൊരു ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്, എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതുമാണ്. അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം എല്ലാവരും പോസിറ്റീവായിട്ട് ഒരു പോസിറ്റീവ് വൈബോടെ തന്നെ റീഡിംഗ് കാണാൻ ശ്രമിക്കുക. എന്താണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ബ്ലെസ്സിങ്സ്, അല്ലെങ്കിൽ എന്താണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ ആണ് ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ്. അപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഏതൊരു സിറ്റുവേഷൻ ആയിക്കോട്ടെ, നിങ്ങൾ ഒരു കാർമിക് സിറ്റുവേഷനിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കർമ്മ ക്ലെൻസ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. അപ്പം അതെല്ലാം മാറി, അല്ലെങ്കിൽ ആ ഒരു വീല് കറങ്ങി നിങ്ങൾക്ക് അനുകൂലമായ ഒരു സിറ്റുവേഷനിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളൊരു മെസ്സേജാണ് ഈ ഒരു കാർഡിൽ നമുക്ക് വരുന്നത്. ഇപ്പം നിങ്ങളുടെ മുമ്പിൽ പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വരാൻ പോകുന്നു. നിങ്ങൾ ഇത്രയും നാളും, അതായത് വിധിക്ക് കീഴടങ്ങി ജീവിക്കുക എന്നുള്ള ഒരു എനർജിയിലായിരിക്കും നിങ്ങൾ നിന്നിട്ടുണ്ടാവുക. അപ്പം വരുന്നത് പോലെ വരട്ടെ, ഇനി ആവുന്നില്ല എന്നൊക്കെ ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പം ആ ഒരു സിറ്റുവേഷൻ, നിങ്ങളുടെ ആ ഒരു സറണ്ടറിങ് എന്ന് പറയുന്നത് യൂണിവേഴ്സ് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു മെസ്സേജാണ്. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ ഒരു ടേൺ ഓഫ് ഇവൻറ്റ്സ്, ഇപ്പോഴുള്ള ഇവൻറ്റ്സുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഏതൊരു സിറ്റുവേഷനും, നിങ്ങൾക്ക് ചിലപ്പോൾ ഇവിടെ കരിയർ ലോസ് ഉണ്ടായിട്ടുണ്ടാവാം, ഫിനാൻഷ്യൽ ലോസ് ഉണ്ടായിട്ടുണ്ടാവാം, റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടാകാം, നിങ്ങളുടെ ഹെൽത്ത് വളരെ വീക്കായിരിക്കാം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മാറാൻ പോകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു രീതിയിലേക്ക് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആകാൻ പോകുന്നു എന്നുള്ള ഒരു മെസ്സേജാണ് ആ ഒരു കാർഡ് നിങ്ങൾക്ക് തരുന്നത്. സെവൻ ഓഫ് പെൻഡക്കിൾസ്. നിങ്ങളുടെ ഇത് കൂടുതലും നമുക്ക് ഒരു കരിയർ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷനെ കണക്ട് ചെയ്തിട്ട് പറയാൻ പറ്റുന്ന ഒരു കാർഡാണ്. നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാകാം. നിങ്ങളുടെ എഡ്യൂക്കേഷനും ഇവിടെ വരുന്നുണ്ട്. അപ്പം ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ അതിനകത്ത് നിന്നുള്ള ഒരു ഔട്ട്കം പ്രതീക്ഷിച്ചിരിക്കുന്നവരായിരിക്കാം. അപ്പം നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാതെ വരുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടൊക്കെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ റിസൾട്ട് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് വളരെ അടുത്ത് തന്നെ നിങ്ങളുടെ റിസൾട്ട് ഉണ്ട്. അതിനടുത്തേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു മെസ്സേജാണ് ആ ഒരു സെവൻ ഓഫ് പെൻഡക്കിൾസ് കാർഡ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് ദ സ്റ്റാർ കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പം സ്റ്റാർ എന്ന് പറയുമ്പോഴും വീണ്ടും പുതിയ ഓപ്പർച്യൂണിറ്റി, നിങ്ങളുടെ ലൈഫ് ഒരു റിന്യൂവൽ സ്റ്റേജിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരു പുതിയ ടേണിംഗ് പോയിന്റിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ വന്നിരിക്കുന്നു. അപ്പം നമ്മൾ പറയുമല്ലോ, എല്ലാം ഒന്നേന്ന് തുടങ്ങേണ്ടി വന്നു, അല്ലെങ്കിൽ എല്ലാം ഒന്നേന്ന് തന്നെ ഇനി തുടങ്ങണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പം നിങ്ങളുടെ ലൈഫിൽ പുതിയ ബിഗിനിങ്സ്, പുതിയ ഓപ്പർച്യൂണിറ്റീസ്, നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകൾ തരുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മുന്നോട്ടേക്ക് നിങ്ങളുടെ ഹോപ്പിനെ അത്രത്തോളം കൂട്ടുന്ന രീതിയിലുള്ള സംഭവങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അതിനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വരും എന്നാണ് ഇവിടെ ആ ഒരു കാർഡിലൂടെ പറയുന്നത്. എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ്. അപ്പം നിങ്ങൾ ഇവിടെ നിങ്ങൾ തന്നെ നിങ്ങളെ ഹീൽ ചെയ്തിട്ടുണ്ടാവാം. നിങ്ങൾ ഒരുപാട് പാസ്റ്റിൽ അതായത് നിങ്ങളുടെ ഒരു കുറച്ച് മുന്നേ ഉള്ള ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഓർഗനൈസ് ചെയ്യാനൊക്കെ, അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു സൊല്യൂഷൻ കണ്ടെത്തണം എന്നൊക്കെ വിചാരിച്ച് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. അതിപ്പം റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ
ഒരു കരിയറിലായിക്കോട്ടെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ കൊണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ എഫേർട്ട് നിങ്ങൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പം ആ ഒരു സമയം നിങ്ങൾക്ക് മനസ്സിലായി, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു ഇതിനകത്ത് നിന്നിട്ട് ഇനി കാര്യമില്ല, അല്ലെങ്കിൽ ഞാൻ മുന്നോട്ടേക്ക് പോകണം എന്ന് വിചാരിച്ച് നിങ്ങൾ ആ ഒരു സിറ്റുവേഷനെ ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ടേക്ക് മൂവ് ഓൺ ചെയ്ത് പോയിരിക്കുന്നു എന്നുള്ള ഒരു കാർഡാണ് ഈ 8 ഓഫ് കപ്സിൽ പറയുന്നത്. നിങ്ങൾ എടുത്ത ഒരു എഫേർട്ട് എന്ന് പറയുമ്പോൾ വളരെ വലുതായിരിക്കാം. നിങ്ങൾ എല്ലാ കാര്യത്തിലും നിങ്ങളെ കൊണ്ട് പറ്റുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം അതിനുശേഷമായിരിക്കും നിങ്ങൾ ഈ ഒരു സറണ്ടറിങ് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടാവുക. അപ്പം ആ ഒരു എടുത്തിരിക്കുന്ന എഫേർട്ടുകൾ, അന്ന് നിങ്ങൾ ചെയ്തിരിക്കുന്ന, നിങ്ങൾ ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാം ഒന്ന് ശരിയാകണമെന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒന്നും വെറുതെ അല്ല, ഒന്നും വേസ്റ്റ് ആയി പോയിട്ടില്ല. അതിനെല്ലാം ഉള്ള ഒരു എന്താ പറയുക, ഒരു റിവാർഡ് നിങ്ങൾക്ക് ഈ ഒരു ഇലകൾക്കുള്ളിൽ നിങ്ങളുടെ ഒരു റിവാർഡ് ഒളിഞ്ഞിരിക്കുന്നത് പോലെയാണ്. അതെല്ലാം നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ച് വരാൻ പോകുന്നു എന്നുള്ള ഒരു മെസ്സേജാണ് ഇവിടെ വരുന്നത്. 9 ഓഫ് കപ്സ് ആണ്. നിങ്ങൾക്ക് എല്ലാ തരത്തിലും നിങ്ങൾ ഭയങ്കരമായൊരു ഫുൾഫിൽമെന്റ്, നിങ്ങൾക്ക് എല്ലാം തികഞ്ഞിരിക്കുന്ന ഒരു പേഴ്സൺ ആണ് ഈ ഒരു കപ്പിലിരിക്കുന്നത്. അതായത് 9 ഓഫ് കപ്സിൽ ഈ ഒരു വ്യക്തിയുടെ തലയ്ക്ക് ചുറ്റും 9 കപ്പുകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. അപ്പം ആ ഒരു ആൾക്ക് എല്ലാം ഉണ്ട്. അതായത് ആളുടെ അടുത്ത് വന്ന് ആരെന്ത് ചോദിച്ചാലും ആൾക്ക് കൊടുക്കാൻ പറ്റുന്ന അത്രയും നിറവ് ആ ഒരു പേഴ്സൺ ഉണ്ട്. അപ്പൊ ആ ഒരു എനർജിയിലേക്ക് നിങ്ങളും വരാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെയും ലൈഫിൽ അത്രത്തോളം ഒരു അബണ്ടൻസ് തിരിച്ച് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും, നിങ്ങൾക്ക് ഇപ്പം ലോസ് ആയി പോയി എന്ന് നിങ്ങൾ കരുതുന്ന ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് ആ ഒരു അബണ്ടൻസ് നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ 9 ഓഫ് സോൾസ് എന്ന് പറയുമ്പോൾ നിങ്ങളിങ്ങനെ ഒരു ലൈഫ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സ്ലീപ്ലെസ് നൈറ്റുകളും ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആദിയും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഭയങ്കരമായിട്ട് പേടിച്ച് അല്ലെങ്കിൽ ടെൻഷനിലൊക്കെ പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പം ആ ഒരു എനർജി ഇവിടെ മാറാൻ പോകുന്നു, അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ ആ ഒരു പെയിനെ യൂണിവേഴ്സ് ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഇവിടെ അടുത്തത് വന്നിരിക്കുന്നത് ചാരിയറ്റ് കാർഡാണ്. ഈ ഒരു ചാരിയറ്റ് കാർഡിൽ പറയുന്ന മീനിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ ബാലൻസിലേക്ക് കൊണ്ടുവരാൻ ഇപ്പോൾ സാധിച്ചിരിക്കുന്നു. കാരണം നിങ്ങളുടെ പാസ്റ്റിലുള്ള ഒരുപാട് അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾ ഒത്തിരി പാഠങ്ങൾ പഠിച്ചു. അപ്പം നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവാം നിങ്ങളുടെ ലൈഫിൽ ആരെല്ലാം വേണം, ആരെയൊക്കെ ലെറ്റ് ഗോ ചെയ്യണം, അല്ലെങ്കിൽ ഏതൊക്കെ സിറ്റുവേഷനിൽ നിന്ന് മാറി നിൽക്കണം എന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പം അതെല്ലാം കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ ഒരു ബാലൻസിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ള ഒരു മീനിങ് ആണ് ഈ ഒരു ചാരിയറ്റ് കാർഡ് നമുക്ക് തരുന്നത്. നിങ്ങളിപ്പോൾ നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിട്ടുണ്ടാവും, ഏതൊരു കാര്യത്തെയും ഫേസ് ചെയ്യാം എന്നുള്ള ഒരു ധൈര്യത്തിലേക്ക് നിങ്ങൾ വരാൻ പോകുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ വന്നിട്ടുണ്ടാകും. അങ്ങനെയുള്ള ഒരു എനർജിയാണത്. ആൻഡ് ക്യൂൻ ഓഫ് പെന്റക്കിൾസ് ആണ് അടുത്തത് വന്നിരിക്കുന്നത്. ഈ ക്യൂൻ ഓഫ് പെന്റക്കിൾസിന്റെ ഒരു മീനിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട്, അതായത് ഫിനാൻഷ്യലി, ഇവിടെ ഒരു ഫിനാൻസിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു സമ്പത്തിനെ കുറിച്ചുള്ള ഒരു കാർഡായിട്ട് നമുക്കതിനെ എടുക്കാം. അപ്പം എല്ലാ തരത്തിലും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു അബണ്ടൻസ് വരാൻ പോകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ വളരെ നിങ്ങളുടെ മനസ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഹൃദയമൊക്കെ ഭയങ്കരമായിട്ടൊരു അൺകണ്ടീഷണൽ ലവിലേക്ക് നിങ്ങൾ മാറാൻ പോകുന്നു എന്നുള്ള ഒരു മെസ്സേജും ആ ഒരു കാർഡിൽ നിന്ന് നമുക്ക് കിട്ടും. ഹാങ്ഡ് മാൻ, അതായത് നിങ്ങൾ നിങ്ങളുടെ ഓൾഡ് പാറ്റേൺസിനെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു റിപ്പീറ്റഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഒരു പാറ്റേൺ പോലെ സംഭവിച്ചുകൊണ്ടേയിരിക്കാം. ചിലപ്പോൾ റിലേഷൻഷിപ്പിലായിരിക്കാം, ഒന്ന് സോൾവ് ആയി വരുമ്പോൾ വീണ്ടും അടുത്ത ഇഷ്യൂ വരും. അങ്ങനെ അതുപോലെ കരിയറിലായിരിക്കാം, ഫിനാൻഷ്യൽ സിറ്റുവേഷൻസിലായിരിക്കാം, ഫാമിലി ലൈഫ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്കൊരു റിപ്പീറ്റഡ് പാറ്റേൺസ് എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കാം. അപ്പോൾ ആ ഒരു പാറ്റേണിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഒരു എനർജി റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ആ ഒരു ഓൾഡ് പാറ്റേൺസിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്നതാണ് അതിൻ്റെ ഒരു അർത്ഥം. നിങ്ങൾ എല്ലാത്തിനെയും ലെറ്റ് ഗോ ചെയ്ത് നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾ സറണ്ടർ ചെയ്തിരിക്കുന്ന ഒരു എനർജിയാണ്. ഇവിടെ ചില ആളുകൾക്ക് ഒരു സ്പിരിച്വൽ എൻലൈറ്റൻമെന്റിലേക്ക് നിങ്ങളുടെ ഒരു ലൈഫ്, നിങ്ങളുടെ സോളിനെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് ചില ആളുകൾ വരുന്നു എന്നുള്ളൊരു മീനിങ്ങും കൂടെ അവിടെ വരുന്നുണ്ട്.
അതായത് സ്പിരിച്വലി ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, അതായത് നമ്മൾ കുറച്ചുകൂടി അവനവനിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു എനർജിയിലേക്ക് ചില ആളുകൾ മാറുന്നതായിട്ട് ആ ഒരു കാർഡിൽ ഒരു മെസ്സേജ് വരുന്നുണ്ട്. പേജ് ഓഫ് സോർഡ്സ് ആണ് അടുത്തത് വന്നിരിക്കുന്നത്. പേജ് ഓഫ് സോർഡ്സ് എന്ന് പറയുമ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കോൺവെർസേഷൻ, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കോൺവെർസേഷൻ എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫാമിലിയിൽ നിന്ന്, നിങ്ങളെ മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു ഫാമിലിയിൽ നിന്നായിരിക്കാം ചിലപ്പോൾ ഒരു കോൺവെർസേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ ജോബ് സംബന്ധിച്ചിട്ടുള്ള ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു കോൾ ലെറ്ററോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം അത് നിങ്ങൾക്ക് വളരെ വേഗം തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ആ ഒരു കാർഡിലൂടെ പറയുന്നത്. ടു ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഇതൊരു റിലേഷൻഷിപ്പിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് എന്ന് ആ ഒരു വ്യക്തി നോക്കുന്ന ഒരു ഫീൽ അവിടെ കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ അടുത്തേക്ക് ഒരു പോസിറ്റീവായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് ഔട്ട്കംസ്, നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിനുള്ള ഒരു പോസിറ്റീവ് ഔട്ട്കംസ് നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നുള്ളതും അതിനുള്ള ഒരു മീനിങ് ആണ്. അപ്പം നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു കിങ് ഓഫ് സോർഡ്സിന്റെ എനർജിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് നിങ്ങൾക്ക് വളരെയധികം ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ സത്യം വെളിവായിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പം ചിലപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും അത് എന്താണ് സത്യം അല്ലെങ്കിൽ എന്താണ് റിയാലിറ്റി എന്നൊക്കെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ ഒരു ബോധ്യം വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ട്രൂത്തിനെ, ആ ഒരു സത്യത്തിനെ ആക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ള ഒരു മെസ്സേജാണ് ആ ഒരു കാർഡിൽ തരുന്നത്. യെസ്, നെക്സ്റ്റ് കാർഡ് വാസ് എംബ്രസ്. അപ്പോൾ എംബ്രസ് എന്ന് പറയുമ്പം എല്ലാ തരത്തിലും മറ്റൊരു വ്യക്തിയിൽ ഡിപ്പെൻഡ് ചെയ്യാതെ എല്ലാ കാര്യങ്ങളും സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ ഒരു എനർജി വരുമ്പം എത്തുന്ന ഒരു ഫോമാണ് ഈ എംബ്രസ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾക്ക് ഈ ഒരു കാർഡ് വളരെ കളർഫുൾ ആയിട്ടുള്ള കാർഡാണ്. എല്ലാ തരത്തിലും ഒരു സ്റ്റെബിലിറ്റി ഉള്ള, നിങ്ങളുടെ ലൈഫ് അത്രയും ഒരു സ്റ്റേബിൾ കണ്ടീഷനിലേക്ക് നിങ്ങൾ മാറുന്നു എന്നുള്ള ഒരു മെസ്സേജാണ് ഇവിടെ. റിലേഷൻഷിപ്പിനെയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ഒരു നിങ്ങൾ ഈ ഒരു എംബ്രസ് എനർജിയിലേക്ക് എത്തുമ്പോൾ, അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഒരു ഇതിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ആ ഒരു പേഴ്സൺ നിങ്ങളെ അട്രാക്റ്റ് ആയി തിരികെ വരും എന്നുള്ളൊരു മെസ്സേജ് അവിടെ ഉണ്ട്. അതുപോലെ ഫിനാൻഷ്യലി എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് വളരെ വലിയ ഒരു ഫുൾഫിൽമെന്റ് ആണ്. വളരെ കളർഫുൾ ആയിട്ടുള്ള എല്ലാ ബ്രൈറ്റ് കളേഴ്സ് എല്ലാം വന്നിരിക്കുന്ന ഒരു കാർഡാണ്. അപ്പം ഈ ഒരു വിമൻ ഫിഗറിന്റെ കയ്യിൽ എല്ലാ തരത്തിലുള്ള അബണ്ടൻസും ഉണ്ട്. ലൈക്ക് ഫിനാൻഷ്യലി അബണ്ടന്റ് ആണ്, മെന്റലി അവർ വളരെ സഫീഷ്യൻ്റ് ആണ്. അവർക്ക് പുറത്തു നിന്നുള്ള ഒരാളെ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഒരു ഹെൽപ്പ് ഇല്ലാതെ തന്നെ അവർക്ക് തനിയെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി ആയിട്ടാണ് ഈ ഒരു എംബ്രസ് കാർഡിനെ കാണിക്കുന്നത്. അപ്പം അത്രയും വളരെ ക്രിയേറ്റീവ് ആയിട്ട്, അതായത് നിങ്ങളുടെ ഒരു കഴിവുകളെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി അതിനെ ക്രിയേറ്റീവ് ആയിട്ട് നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുന്ന ഒരു ഫേസിലേക്ക് നിങ്ങൾ മാറാൻ പോകുന്നു എന്നുള്ള ഒരു മീനിങ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ഇത്രയാണ് ഈ ഒരു റീഡിങ്ങിൽ നമുക്ക് കാർഡുകളിലൂടെ പറയുന്നത്. നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ഒരു 2-3 ഒറക്കിൾ കാർഡുകൾ കൂടി എടുത്ത് നോക്കാം. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുകളിൽ ഉള്ള ഡിവൈൻ്റെ മെസ്സേജ് എന്ന് നോക്കാം. ഫസ്റ്റ് കാർഡ് ഡിവൈൻ ടൈം. അപ്പം നിങ്ങൾ ഡിവൈൻ ടൈമിങ്ങിൽ ട്രസ്റ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ള ഒരു മീനിങ് ആണ്. അതായത് നിങ്ങളിലേക്ക് അത് വരേണ്ട സമയത്ത് തിരികെ വരും എന്നുള്ള ഒരു മെസ്സേജാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ട്രൂ ലവ് എന്നുള്ള ഒരു കാർഡാണ്. അതിനകത്ത് പറയുന്നത് നിങ്ങൾക്ക് ഒരു അട്രാക്ഷൻ എന്നുള്ള രീതിയിൽ അല്ലാതെ തന്നെ വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു ട്രൂ ലവ് നിങ്ങളിലേക്ക് വരുന്നു, നിങ്ങൾ അതിനെ അട്രാക്ട് ചെയ്യുക എന്നുള്ള ഒരു മെസ്സേജാണ് ആ ഒരു കാർഡിൽ പറയുന്നത്. ഡോർവേ എന്ന് പറയുമ്പോൾ ഒരു പുതിയ പേഴ്സണിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഹൃദയത്തെ തുറക്കുക. അല്ലെങ്കിൽ പുതിയ പേഴ്സൺ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഒരു പുതിയ പേഴ്സണെ ആയിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സൺ ഒരു പുതിയ ഫോമിൽ അല്ലെങ്കിൽ ഒരു നല്ല മാറ്റത്തോടെ നിങ്ങളിലേക്ക് വരാനാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ
ആ ഒരു ന്യൂ പേഴ്സണ് വേണ്ടി നിങ്ങളുടെ ഹൃദയം ഓപ്പൺ ചെയ്ത് വെക്കുക എന്നുള്ള ഒരു മെസ്സേജാണത്. അടുത്തത് ഹൈഡ് അവേ. ഹൈഡ് അവേ എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ, അതായത് നിങ്ങളുടെ ഒരു ഓൺ സ്പേസ് അവിടെ വെക്കണം എന്നുള്ളതാണ്. അതായത് നിങ്ങൾ നിങ്ങളെ കൂടി കുറച്ചുകൂടി ഫോക്കസ് ചെയ്യണം. നിങ്ങളുടെ പേഴ്സണിലേക്ക് മാത്രം നിങ്ങളുടെ കോൺസെൻട്രേഷൻ മാറിപ്പോകരുത്. നിങ്ങളുടെ ഒരു എനർജിയിലേക്ക്, നിങ്ങളുടെ ഒരു സ്വന്തമായിട്ടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്പേസ് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് അതിൽ വരുന്ന ഒരു മെസ്സേജ്. അപ്പം ഇതിലുള്ള പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാവുന്നതാണ്. റെസനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക, മറ്റുള്ളവ വിട്ട് കളയുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്.